ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ കുറച്ച് ലെവൽസ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് ഏതൊക്കെ രീതിയിലാണ് റിയാക്ട് ചെയ്തത്, ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു, ആ ലെവൽസിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്ന ടൈമിൽ കുറേ ആൾക്കാർ എന്നോട് ടെലിഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എന്നോട് ചോദിക്കുന്ന കാര്യമായിരുന്നു, എങ്ങനെ ഈ ലെവൽസ് കണ്ടുപിടിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 50 to 55 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൽ ഓൾമോസ്റ്റ് ഒരു 40+ വീഡിയോസ് എല്ലാം തന്നെ എന്താണ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, ലെവൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസ് ഓൾമോസ്റ്റ് ഒരു 90 to 95% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും, ഞാനിപ്പോൾ നോക്കിയത് വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മുടെ ലെവൽസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽസ് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു ജസ്റ്റ് ഒരു കോഴ്സായിട്ടല്ല നടത്തുന്നത്, ജസ്റ്റ് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് എൻറോൾ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എല്ലാവരെയും ഇതിലോട്ട് വരണം, ഇതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലെവൽസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ അനാലിസിസ് വെച്ച് ഞാൻ ഈ പറയുന്ന പല ആൾക്കാരും പല വീഡിയോസിലും നമ്മൾ കാണുന്നതാണ് 10-20 ലെവൽസും 10-30 ലെവൽസും തന്നതിന് ശേഷം ഓരോ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഞാനെപ്പോഴും എന്താണ് ചെയ്യുന്നത്, മാക്സ് ടു മാക്സ് ഞാൻ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു 5 ലെവൽസ് ആയിരിക്കും ഞാൻ കണ്ടുപിടിക്കുന്നത്. ആ 5 ലെവൽസിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ വരുന്ന ടൈമിൽ മാർക്കറ്റ് എക്സാക്റ്റ് ആ ലെവൽസിലൊക്കെ തന്നെ റിയാക്ട് ചെയ്യുന്നതും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കണക്ക് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് എൻറോൾ ചെയ്യാവുന്നതാണ്. ഞാൻ എൻറോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ലെസ് ദാൻ ഒരു 2 ലോട്ട് നിഫ്റ്റിയിൽ എടുക്കുന്ന പ്രൈസിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഒരു ക്ലാസ് ആയിരിക്കത്തില്ല. ഓൾമോസ്റ്റ് 1 മന്ത് ഞാൻ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം, ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയാണ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് ഇതിൽ എൻറോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ ഇരുന്ന് 1 മന്ത് ഞാൻ ഏതൊക്കെ ഈ ലെവൽ എന്തുകൊണ്ട് മാർക്ക് ചെയ്തു, ആ ലെവൽ ലൈവായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എൻറോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഞാൻ എൻട്രി എടുക്കുന്നതിന് മുന്നേയും എൻട്രിയോട്ടുള്ള മാർക്കറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളും എല്ലാം ഞാൻ ടെലിഗ്രാമിലാണ് മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ പേജ് ഫോളോ ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞ ലെവൽസിലെ മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, നമ്മുടെ ട്രേഡ്സ് എവിടൊക്കെയാണ് മാർക്കറ്റിൽ ഇന്ന് ആക്റ്റീവ് ആയതിനെക്കുറിച്ച് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ലെവൽസും കാര്യങ്ങളുമായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്ന ലെവൽസ്. ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത ലെവൽസുകളായിരുന്നു ഈ 2 ലെവൽസ്. ഫസ്റ്റ് ലെവൽ 22,450 എന്ന് പറഞ്ഞ ലെവൽ, അതിന് ഡൗൺ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവലായിരുന്നു 22,363 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ എക്സാക്റ്റ് നമുക്ക് ഫസ്റ്റ് എൻട്രി ആയിട്ട് വന്നത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യം, മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് ഫർദർ ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനിലായിരുന്നു നമ്മൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ എടുക്കാനായിട്ട് ആദ്യം പോയത്. പക്ഷേ നമുക്ക് ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഇല്ലെങ്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രോങ് ക്യാൻഡിൽസ് ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ഒരു ലെവലിന് മുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ലെവലിനെ ഫെയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടു. ആ ഒരു ഫെയിൽ ചെയ്ത ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി മാർക്കറ്റ് റിയാക്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് റിയാക്ഷനിൽ നമ്മൾ എടുക്കാതെ സെക്കൻഡ് റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഡൗൺ സൈഡിലോട്ട് ഒരു ട്രേഡ് പഞ്ച് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്തു, ഒരു 21 പോയിൻറ്റ്സ് അവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക്
ഇറങ്ങേണ്ടിയായിട്ട് വന്നു. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ആയിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇവിടെ ഞാൻ ഉണ്ടാക്കിയൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ലെവൽ, ഈ 2 മാർക്കറ്റ്, ഈ 2 ലെവലിൻ്റെ ഉള്ളിൽ മാർക്കറ്റിനൊരു സ്ട്രോങ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നതായിട്ട് കാണിച്ചു. സ്ട്രോങ് അല്ല, അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് വന്നതിന് ശേഷം അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് കാണിച്ചാൽ, ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. പക്ഷേ ഞാൻ ഈ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം ഞാൻ ഈ ഒരു ലെവലിന് മാർക്കറ്റ് അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് തരാനായിരിക്കും മോർ ചാൻസ് എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ അതിൽ എൻട്രി എടുത്തില്ല. ഞാൻ ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറായപ്പോഴത്തേനും ഞാൻ ഈ ഒരു കാര്യം ഓർത്തായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും എടുത്തോട്ടെ. അഥവാ മാർക്കറ്റ് വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഒരു നല്ല ടാർഗറ്റ് കിട്ടട്ടെ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്. സെക്കൻഡ് ട്രേഡ് നമുക്ക് വന്നത് നല്ലൊരു ലെവലിലായിരുന്നു. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റി. ഫർദർ മാർക്കറ്റ് നമ്മുടെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്ന സമയത്ത് തന്നെ നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമുക്ക് വന്നത്. ഓൾമോസ്റ്റ് 10 പോയിൻറ്റ്സിൻ്റെ മാത്രം ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വന്നു. ടാർഗറ്റായിട്ട് ഞാൻ എയിം ചെയ്തത് ഈ ഒരു ലെവൽ തന്നെയായിരുന്നു. കാരണം എന്താണ്, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവലായിരുന്നു 22,561. പക്ഷേ നമുക്ക് 22,561 വരെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇന്ന് മാർക്കറ്റ് എക്സ്പയർ ആയ ടൈം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പോയിൻറ്റ്സ്, ഓൾമോസ്റ്റ് ഒരു 60 പോയിൻറ്റ്സ്. ഈ 60 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സിൽ നോക്കിക്കഴിയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 30+ പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ലാസ്റ്റ് ഡേയ്സിനേക്കാളൊക്കെ വിക്സ് കുറച്ച് എബോവ് ആയിട്ട് നിന്ന ഡേ ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ഓൾമോസ്റ്റ് ഫുൾ ടാർഗറ്റ് വരെ ക്യാച്ച് ചെയ്യാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ഞാനിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് മാർക്കറ്റിൽ നടന്നത്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഈ ഒരു ലെവൽസിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള അപ്സൈഡിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടി. അതേപോലെ ഇന്നലെ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ ഈ ഒരു ഗ്യാപ്പ്, ഇതിന് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനെ 2 ലെവൽസായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യരുത്. ഈ ഒരു കംപ്ലീറ്റ് ലെവലായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിന് ഫർദർ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരാനുള്ള ഒരു ഹൈ പോസിബിലിറ്റീസ് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റിന് ഫർദർ അപ്സൈഡിലോട്ടോ അല്ല ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റിൽ മൂവ് തരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അത്യാവശ്യം നല്ല ഡേ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു കോംപ്ലിക്കേറ്റഡ് ഡേയും നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡേ ആണിന്ന്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇത്രയും ലെവൽസാണ്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുന്ന ലെവലാണ് 22,564 എന്ന് പറഞ്ഞ ലെവല്. ഡൗൺ സൈഡിലോട്ട് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ലെവലാണ് 22,469 എന്ന് പറഞ്ഞ ലെവല്. അതിന് താഴെ നമ്മൾ നോക്കുന്ന ലെവലാണ് 22,318 എന്ന് പറഞ്ഞ ലെവല്. അതിന് താഴെ നോക്കുന്ന ലെവലാണ് 22,248 എന്ന് പറഞ്ഞ ലെവല്. ഇത്രയും ലെവൽസ് നമ്മൾ മാക്സിമം നോക്കിയാൽ മതിയായിരിക്കും. പക്ഷേ അതിന് ഡൗൺ സൈഡിലും ഞാൻ കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മൾ ഡെയിലിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസ് അല്ല. നമുക്ക് വേണമെങ്കിൽ കമ്മിങ് ഡേയ്സിലോ അല്ലെങ്കിൽ കമ്മിങ് വീക്കിലോ നമുക്ക് ഈ ലെവൽസും കൂടി മാർക്കറ്റ് എക്സ്പെക്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള ലെവലാണ്. ആ ഒരു ലെവലാണ് 22,106 എന്ന് പറഞ്ഞ ലെവല്. 106 എന്ന് പറഞ്ഞ ലെവല്. അതിന് താഴെ നമ്മൾ കാണുന്ന ലെവലാണ് 21,961 എന്ന് പറഞ്ഞ ലെവല്. അപ്പോൾ ഈ ലെവല് അപ്സൈഡിലോട്ട് നമ്മൾ പറഞ്ഞ ലെവലായിട്ടുള്ള 22,564 ലെവലിൻ്റെ മുകളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റുകളാണ് 22,677 എന്ന് പറഞ്ഞ ലെവലും അതിന് മുകളിൽ 22,723 എന്ന് പറഞ്ഞ ലെവലും. ഇന്ന് മാർക്കറ്റ് കുറച്ച് ടൈമും കൂടി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ മോസ്റ്റ്ലി ഇന്ന് നമ്മൾ രണ്ടാമത് എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ട് സാധിച്ചിരുന്നേക്കാം. ആ ഒരു ലെവലായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി മാർക്കറ്റ് ഇന്ന് നാളെ എന്ന് പറയുന്ന ഡേയിൽ മോസ്റ്റ്ലി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷമായിരിക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഹൈ പ്രോബബിലിറ്റി ചാൻസ്. നമ്മളങ്ങനെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് വരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ 2 ഡിസിഷൻസ്, ഇപ്പോൾ മാർക്കറ്റിന് 3 കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. മാർക്കറ്റിന് ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാം, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ മാർക്കറ്റിന് എന്ത് ചെയ്യാം, മാർക്കറ്റിന് സെയിം ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ആയിട്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ മാത്രമായിരിക്കാം
മാത്രമാണ് മാർക്കറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം ഈ ഒരു 3 കാര്യത്തിൽ ഏത് കാര്യം ചെയ്യാനാണ് മാർക്കറ്റിന് മോർ ചാൻസ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുന്നതും നല്ലൊരു ട്രേഡിൽ നമുക്ക് എൻ്റർ ആവാൻ പറ്റുന്നതും. അപ്പോൾ ഞാൻ ഇത്രയും നാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഓൾമോസ്റ്റ് 40+ വീഡിയോസ് ഞാൻ ഡെയിലി ഞാൻ എല്ലാ ദിവസത്തെയും മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത്രയും ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ലെവൽസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്കൊരു ഒരു ക്ലാസ് റൺ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിന് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം അനാലിസിസ് വീഡിയോ ഇട്ടിട്ട് നാളെ ഈ ലെവൽസിലൊന്നും തന്നെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാതെയും മാർക്കറ്റ് ഈ ലെവൽസിലൊന്നും തന്നെ റിയാക്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നമ്മുടെ വീഡിയോസ് കാണാതെ പോകും. പക്ഷേ നമുക്കിപ്പോൾ വീഡിയോസിൽ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 2-3 ഡേയ്സായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു കഴിഞ്ഞ വീക്ക്. അപ്പോൾ അതിന് മുന്നത്തെ വീക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് 100 വ്യൂസ് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീഡിയോസിലെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഈ 100 ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ച് പോവുകയല്ല. എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിർത്തി പോവുകയല്ല. തിരിച്ച് നമ്മുടെ വീഡിയോ കാണാനായിട്ട് വീണ്ടും വീണ്ടും വരുന്നു. അതിനർത്ഥം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ലെവൽസും കാര്യങ്ങളിലും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നതും കൊണ്ട് മാത്രമാണ്. ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാം. അൾട്ടിമേറ്റ്ലി ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രേഡർ ആകാം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അൾട്ടിമേറ്റ്ലി ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് അനലിസ്റ്റ് ആവാം എന്നുള്ള കാര്യം ഞാൻ ഷുവറായിട്ട് പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ട്രേഡർ എന്ന് പറയുന്നതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ട്രേഡറിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, സൈക്കോളജി കൺട്രോൾ ചെയ്യണം, ട്രേഡ് റിഗ്രറ്റ് ഇല്ലാതെ തന്നെ ഒരു ട്രേഡിൽ എൻ്റർ ആവാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. നമ്മളെല്ലാം ഒരു അൺസർട്ടൺ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന കണക്കാണ് ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു കാര്യത്തിന് നമ്മൾ ഈ രണ്ട് വശമുണ്ട്. നമുക്ക് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും നമ്മുടെ ടാർഗറ്റും തമ്മിൽ ഒരു ട്രേഡർ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മളൊരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാതാണ് ട്രേഡിങ്ങിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്യാംബ്ലിങ്ങിന് തുല്യമാണ്. കാരണം ഗ്യാംബ്ലിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു കാസിനോയിൽ പോയിട്ടൊരു ഗ്യാംബ്ലിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. നമുക്കെപ്പോഴും ഒരു ട്രേഡറിന് എന്താണുള്ളത്? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കൃത്യമാണ്, അതേപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് കൃത്യമാണ്. എപ്പോഴും സ്റ്റോപ്പ് ലോസിനേക്കാളും 1.5x അല്ലെങ്കിൽ 2x ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അതിനാണ് നമ്മളൊരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഒരു ട്രേഡറും ഒരു ഗ്യാംബ്ലറും തമ്മിലുള്ളൂ. അതുകൊണ്ടാണ് ഗ്യാംബ്ലർ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഫെയിൽ ആവുന്നതും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനോട് കൂടി ചെയ്യുന്ന ട്രേഡർ വളരെ കൂടുതൽ ടൈം നമ്മൾ ആക്യുറേറ്റ് ആവുന്നതും. അതിൻ്റെ കൂടെ നമുക്ക് കുറേ അണ്ടർലൈൻ കാര്യങ്ങളുണ്ട്. പ്രൈസിൽ ഒരു ലോജിക്കുണ്ട്. ഗ്യാംബ്ലിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഹെഡ് ആൻഡ് ടെയിൽസ് കളിക്കുന്ന കണക്കല്ല അവിടെ ചെയ്യുന്നത്. നമ്മൾ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് പ്രീവിയസ്ലി ഉണ്ടാക്കിയ ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് മാറ്റർ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതും മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തതുമായിട്ടുള്ള പ്ലേസുകൾ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ വൈസായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ട്രേഡിങ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഒരിക്കലും ഞാൻ നിങ്ങളെ ഒരു ട്രേഡർ ആക്കിയല്ല ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളെ മാറ്റുന്നത്. നിങ്ങളെ ഒരു അനലിസ്റ്റ് ആക്കി മാറ്റുകയാണ്. മാർക്കറ്റിലെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇപ്പം നിഫ്റ്റി അനലൈസ് ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് ഏതൊരു ചാർട്ടും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ നല്ലൊരു അനലിസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. കോഴ്സായിട്ട് പറയുന്നില്ല, ക്ലാസ്സായിട്ട് തന്നെ പറയാം. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ ഇത്രയും ലെവൽസും കാര്യങ്ങളുമാണ് ഞാൻ നാളത്തേക്ക് നോക്കുന്നത്. ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ.